അടുത്തതായി മാജിക് അവന്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദ വീക്ക്. ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പി ഒരു സ്പെഷ്യൽ വിഭവമാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വെജായിട്ട് തയ്യാറാക്കാൻ വേണമെങ്കിൽ നോൺ വെജായിട്ടും തയ്യാറാക്കാം. അപ്പോൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് പ്യുവർ വെജിറ്റേറിയൻസ് ഇത് ചിക്കൻ ഒന്നും ചേർക്കാതെ ചെയ്യാം. പിന്നെ നോൺ വെജ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ചിക്കനും ചേർത്ത് അത് ഉപയോഗിക്കാൻ പറ്റും. അല്ലെങ്കിൽ ചിക്കനും കൂടി ചേർത്തിട്ട് അതിന്റെ ചേരുവയായിട്ട് മാറ്റിയിട്ടാണ് ചെയ്യേണ്ടത്. എന്തായാലും ഞാനൊരു ചിക്കൻ ചേർത്തുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞില്ല, എന്താണ് കാര്യമല്ലേ? ഈ കാര്യം എന്ന് പറഞ്ഞാൽ നൂഡിൽസ് കൊണ്ട് തയ്യാറാക്കുന്ന ഒരു കാര്യം. അതിന്റെ പേര് ടൊമാറ്റോ നൂഡിൽസ്. അപ്പോൾ ഒരു ടൊമാറ്റോയുടെ ടേസ്റ്റ് കൂടുതൽ ഇങ്ങനെ മുന്നിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും ഫ്രണ്ടിൽ വരുന്നത് ടൊമാറ്റോ ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ ചിക്കനും കൂടി ചേർന്ന് വരുമ്പോൾ അത് വ്യത്യസ്തമായൊരു രുചിയായി മാറും. എന്തായാലും നമ്മുടെ ടൊമാറ്റോ നൂഡിൽസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനുവേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എഗ് നൂഡിൽസ് 100 ഗ്രാം വേവിച്ചെടുത്തത്, ചിക്കൻ ചെറിയ കഷ്ണങ്ങളായി നുറുക്കിയത് 1 കപ്പ്, ചിക്കന്റെ സ്റ്റോക്ക് 1.5 കപ്പ്, വെണ്ണ 2 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി 8 അല്ലി ചതച്ചെടുത്തത്, ക്യാപ്സിക്കം 1 വലുത് ചെറുതായി അരിഞ്ഞത്, സവാള 2 വലുത് ചെറുതായി അരിഞ്ഞത്, ടൊമാറ്റോ 5 വലുത് ചൂടുവെള്ളത്തിലിട്ട് തൊലി കളഞ്ഞ് കഷ്ണങ്ങളാക്കിയത്, ടൊമാറ്റോ സോസ് 2 ടേബിൾ സ്പൂൺ, ഗ്രേറ്റ് ചെയ്ത ചീസ് 1 കപ്പോളം, ഉപ്പ് ആവശ്യത്തിന്, കുരുമുളക് പൊടി 1 ടീസ്പൂൺ. അപ്പോൾ നമുക്കിനി നമ്മളുടെ ടൊമാറ്റോ നൂഡിൽസ് തയ്യാറാക്കാം. അപ്പോൾ ടൊമാറ്റോ നൂഡിൽസ് എന്ന് പറയുമ്പോൾ തന്നെ അതൊരു വെജിറ്റേറിയൻ ആയിട്ടാണെന്ന് തോന്നുന്നു അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഇത് പ്യുവർ വെജായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം. ടൊമാറ്റോ മാത്രമാണ് ഇതിലൊരു പ്രധാന ഇൻഗ്രീഡിയന്റ് ആയിട്ട് എടുത്ത് ചെയ്യേണ്ടത്. പക്ഷേ അതിനെ ചെറിയ മാറ്റത്തോടു കൂടി ചിക്കനും കൂടി ചേർത്തിട്ടാണ് ഞാനിപ്പോൾ തയ്യാറാക്കുന്നത്. അപ്പം നിങ്ങൾ ആലോചിക്കുക, ഇത് പ്യുവർ വെജ് ആണെങ്കിൽ ചിക്കന്റെ ഭാഗം മാത്രം ഒഴിവാക്കുക, ബാക്കി കാര്യങ്ങളെല്ലാം അതുപോലെ. അപ്പോൾ ഇതിന് വേണ്ടത് നൂഡിൽസ് പാക്കറ്റിൽ കിട്ടുന്ന എന്താ പറയണ്ടേ, സാധാരണ എഗ് നൂഡിൽസ് ഇങ്ങനെ റോൾ ചെയ്ത് നൂഡിൽസ് ഇങ്ങനെ ചുറ്റി വെച്ചിരിക്കുമല്ലോ പ്ലാസ്റ്റിക് കവറിൽ, ട്രാൻസ്പെറന്റ് കവറിൽ അങ്ങനെ വാങ്ങാൻ കിട്ടും. അത്തരം നൂഡിൽ വാങ്ങിയിട്ട് അത് 200 ഗ്രാമിന്റെ പാക്കറ്റ് ആണെങ്കിൽ അതിന്റെ നേർപകുതി എടുക്കുക. അപ്പോൾ വേവിച്ചിട്ട് അതിന്റെ പകുതിയോളം, ഇപ്പൊ ഞാൻ കാണിക്കുന്ന ക്വാണ്ടിറ്റി 100 ഗ്രാമിന്റെയാണ്. അപ്പോൾ ഏകദേശം 100 ഗ്രാം നൂഡിൽസ് കുറച്ചേറെ വെള്ളം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നൂഡിൽസ് അതിലേക്ക് ഇടുക. എന്നിട്ട് ഏകദേശം വേകാറാകുമ്പോൾ ഒരല്പം ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ച് ഊറ്റി മാറ്റുക. എന്നിട്ട് കുറച്ച് ഫ്രഷ് വാട്ടർ, നല്ല വെള്ളം, അതായത് തിളച്ച വെള്ളം മാറ്റി കഴിഞ്ഞിട്ട് കുറച്ചല്ലാതെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് കഴുകി വെള്ളം വാലാനായിട്ട് വെക്കണം. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഒരല്പം എണ്ണ അതിലൊന്ന് തടവി വെച്ച് കഴിഞ്ഞാൽ നൂഡിൽസ് പരസ്പരം ഒട്ടാണ്ട് ഇരിക്കും. അപ്പം ചുവട് കെട്ടുള്ളൊരു പാത്രം അടുപ്പിലേക്ക് വെക്കുക. വെണ്ണ ഒരു 2 ടേബിൾ സ്പൂണോളം, അതും അളവ് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം വെണ്ണ. അപ്പം നമ്മളുടെ വെണ്ണയെല്ലാം ഉരുകി നന്നായിട്ട് ചൂടായി വരികയാണ്. ഇതിലേക്ക് ആദ്യം വെളുത്തുള്ളി, ഒരു വലിയ അല്ലി 8 അല്ലി വെളുത്തുള്ളി ആകാം, ചതച്ചെടുക്കുക. വെണ്ണയിൽ കിടന്ന വെളുത്തുള്ളി ചതച്ചതിങ്ങനെ വഴണ്ട് വരുമ്പോൾ അതിങ്ങനെ ചെറുതായി മൂത്ത് വരുമ്പോൾ എന്താ മണം എന്നറിയോ? നല്ലൊരു മണമാണ്. ആ മണത്തിലേക്ക് നമ്മൾ കയറാൻ തുടങ്ങുന്നേ ഉള്ളൂ, ആയിട്ടില്ല, ആയിക്കൊണ്ട്. പക്ഷേ ഇടുമ്പോൾ തന്നെ ഒരു മണം വന്നു തുടങ്ങുന്നു. പക്ഷെ ഇനി അതൊന്ന് ഫ്രൈഡായി വരുമ്പോൾ കുറച്ചുകൂടി നല്ല മണം കൂടി വരും. ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? ഇനി സവാള ചെറുതായി അരിഞ്ഞ്, തീരെ ചെറുതല്ല എന്നാലും ചെറുതായി അരിഞ്ഞെന്ന് തന്നെ പറയാം. 2 വലിയ സവാള, അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റുക. അപ്പോൾ ഇതിന്റെ നിറമൊക്കെ ചെറുതായി മാറി തുടങ്ങുന്ന വരെ, കളർ ബ്രൗൺ ഒന്നും ആകണ്ട, എന്നാലും ഒന്ന് പിങ്ക് കളറാണോ, കുറച്ചൊരു എന്താ പറയുക, വാടി നിറം മാറാൻ തുടങ്ങുന്ന ഒരു പാകം. അപ്പോൾ സവാള ചെറുതായി വാടി തുടങ്ങി, നിറം മാറാൻ തുടങ്ങുന്ന സ്റ്റേജായി. ഇനി ചിക്കന്റെ പീസസ് ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് ഏകദേശം 1 കപ്പോളം, പെട്ടെന്ന് വേഗം. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പും ഒരല്പം പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം. പിന്നെന്താ വേണ്ടേ? നൂഡിൽസ് ഉപ്പ് ചേർത്താണ് വേവിച്ച് വെച്ചിരിക്കുന്നത്. അതിൻ്റെ നൂഡിൽസിൻ്റെ ഉള്ളിലേക്ക് ഉപ്പ് പിടിച്ചിട്ടുണ്ട്. ഇതിൽ നമ്മളിപ്പോൾ ചിക്കനിൽ പിടിക്കാനുള്ള ഉപ്പും പിന്നെന്താണ് കുരുമുളക് പൊടി ഒരു 1/2 ടീസ്പൂണോളം ഇപ്പോൾ ചേർക്കാം. പിന്നെ വേണമെങ്കിൽ വീണ്ടും ചേർക്കാം. പെപ്പർ, സോൾട്ട്. ഇപ്പോൾ കുരുമുളക് ചിക്കൻ ആയിക്കൊണ്ടിരിക്കുകയാണ് കാര്യങ്ങൾ. നല്ല മണം. ചിക്കൻ്റെ പീസസും ഏകദേശം വെന്ത് കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? ഇതിലേക്ക് ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞതും ചേർക്കാം. പല കളേഴ്സ് ഇങ്ങനെ കറി വരെയാണ്. അപ്പോൾ ഗ്രീൻ, ഇപ്പോൾ പച്ചക്കറി. ഇനി എന്താ വേണ്ടത്? ഇനി ടൊമാറ്റോ ഉണ്ട്, അപ്പോൾ റെഡ് കളർ വരും. അപ്പോൾ ക്യാപ്സിക്കം വാടി തുടങ്ങി. ഇനി എന്താണ്? ഇനി നമ്മൾ ടൊമാറ്റോ ചേർക്കാൻ വേണ്ടി, ഇത് 5 ടൊമാറ്റോ, 4 മുതൽ 5 ടൊമാറ്റോ വരെ ചേർക്കാം. നല്ലൊരു മണമൊക്കെ വന്നു തുടങ്ങി. കാര്യം
ആ ടൊമാറ്റോയും കൂടി ചേർത്ത് ടൊമാറ്റോ, ക്യാപ്സിക്കം, ചിക്കൻ, ഗാർലിക്, അതായത് വെളുത്തുള്ളി, വെണ്ണ എല്ലാം കൂടി ചേർന്ന് ഇവിടെ നിൽക്കാൻ വയ്യാത്തത്ര മണമാണ്. ഭയങ്കര ഒരു എന്താ പറയുക, കഴിക്കാൻ തോന്നുന്ന ഒരു മണം. അപ്പോൾ ഉപ്പെല്ലാം നമ്മൾ കുറച്ചൊക്കെ ചേർത്തിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളെല്ലാം ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി എന്താണ് വേണ്ടത്? ഇനി ടൊമാറ്റോ സോസ്. അപ്പോൾ ടൊമാറ്റോ നമ്മൾ ചേർത്തു. ഇനി 2 വലിയ സ്പൂൺ ടൊമാറ്റോ സോസ്. ഇനിയാണ് നമ്മളിതിലേക്ക് ചിക്കൻ സ്റ്റോക്ക് ഒഴിക്കുന്നത്. അപ്പോൾ സ്റ്റോക്ക് ഒഴിക്കാനായിട്ട് ഏതാണ്ട് ഒരു 1.5-2 കപ്പോളം എടുത്ത് വയ്ക്കുക, ആവശ്യാനുസരണം. അപ്പം ഇത്രയും നൂഡിൽസ് ഉണ്ട്. ആ നൂഡിൽസ് ഇതിൻ്റെ ഉള്ളിലേക്കാണ് ഇടേണ്ടത്. അപ്പോൾ അത് കണക്കാക്കിയിട്ട് സ്റ്റോക്ക് ഏതാണ്ടൊരു 1.5 മുതൽ 2 കപ്പ് വരെ ചേർക്കാം. പിന്നെ ഉപ്പ് പോരാന്ന് തോന്നുകയാണെങ്കിൽ ഇനിയും ചേർക്കാം. അപ്പോൾ ഒരല്പം ഉപ്പ് ചേർത്തിരുന്നു, ഇനി ഒരല്പം കൂടി ചേർക്കാം. ഇനി എന്താണ്? ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന നൂഡിൽസ് ഇതിലേക്ക് ചേർക്കാം. നൂഡിൽസിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഈ ഗ്രേവി ഇങ്ങനെ നന്നായിട്ട് പിടിക്കും. പക്ഷെ ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ എന്താ തോന്നുന്നു? കുറച്ച് വാട്ടറി ആയിട്ട് തോന്നുന്നു അല്ലേ? കുറച്ചൊരു ലൂസായിട്ട് അങ്ങനെയൊക്കെ തോന്നും. പക്ഷെ അതൊന്നും പ്രശ്നമല്ല. ഇനി നമ്മളിതിലേക്ക് ചീസും കൂടി ചേർക്കാൻ പോവാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും കൂടി ചേർന്ന് ചെറുതായി ഒന്ന് തിള വന്നു തുടങ്ങി. ഇനി നമ്മൾ ലാസ്റ്റ് കാര്യം ചെയ്യാൻ പോകുന്നത് ഗ്രേറ്റഡ് ചീസ്. ചീസ് ഗ്രേറ്റ് ചെയ്ത് വയ്ക്കാം. ഏത് തരം ചീസാണെങ്കിലും കുഴപ്പമില്ല. കുക്കിംഗ് ചീസ് എന്തായാലും കുഴപ്പമില്ല. പൊരിച്ചെടുത്തത് ഏതാണ്ട് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. എനിക്ക് തോന്നുന്നു ഒരു കപ്പോളം ചേർത്താൽ കൂടുതൽ സ്വാദായിരിക്കും. അപ്പോൾ എല്ലാ കാര്യങ്ങളും ആയി കഴിഞ്ഞു. ചീസ് എല്ലാം ഇതിനകത്തേക്ക് ഇങ്ങനെ യോജിച്ച് കഴിഞ്ഞു. ഇനിയൊന്നുമില്ല, തീ ഓഫ് ചെയ്യാം. ഇനി ഈ ഒരു സ്റ്റേജിലാണ് ഒറിഗാനോ ഉണ്ടെങ്കിൽ ഒറിഗാനോ ഇടുക. മിക്സ്ഡ് സ്പൈസസ് ഏതെങ്കിലും ഹെർബ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ ചേർക്കാം. അങ്ങനെ നമ്മുടെ ടൊമാറ്റോ ചിക്കൻ നൂഡിൽസ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി ഇതിൻ്റെ മുകളിൽ എന്താ ചെയ്യാൻ പോകുന്നത്? ഒരു അലങ്കാരം വേണ്ടേ? ഇതിന് ഏറ്റവും പറ്റിയ അലങ്കാരം എനിക്ക് തോന്നുന്നു കുറച്ച് ചീസ് ഗ്രേറ്റ് ചെയ്തത് തന്നെ ഇടാം. നല്ല ഭംഗിയായിരിക്കും. ഒരു വൈറ്റ് കളറിലെ ഒരു അലങ്കാരം. അങ്ങനെ എളുപ്പത്തിൽ തന്നെ നമ്മളുടെ ടൊമാറ്റോ ചിക്കൻ നൂഡിൽസ് റെഡിയായി കഴിഞ്ഞു. നന്നായിട്ട് അലങ്കരിച്ച് നമുക്ക് തീന്മേശപ്പുറത്ത് വിളമ്പാം. ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച 2 വിഭവങ്ങളും എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ആദ്യം കാണിച്ചത് ഒരു ബിസ്ക്കറ്റ് അല്ലെങ്കിൽ ഒരു കുക്കി ടൈപ്പ് ഓഫ് ബിസ്ക്കറ്റാണ്, പിന്നെ കാഷ്നട്ട് ബിസ്ക്കറ്റ്. പിന്നെ രണ്ടാമത് കാണിച്ചതും വളരെ വ്യത്യസ്തമായ ടൊമാറ്റോ ചിക്കൻ നൂഡിൽസ്. എന്തായാലും 2 വിഭവങ്ങളും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടം. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് അവനിലൂടെ കാണാം.